ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് ആഗമനകാലത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ സ്നാപയോഹന്നാന്റെ ജനനത്തെക്കുറിച്ച് സക്രിയായ്ക്ക് കിട്ടുന്ന വെളിപാട്, അല്ലെങ്കിൽ മാലാഖ നൽകുന്ന സന്ദേശം, ഇതാണ് നമ്മൾ ഈ സുവിശേഷ ഭാഗത്ത് വായിക്കുന്നത്. ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ സ്നാപയോഹന്നാനെ കുറിച്ചുള്ള മംഗളവാർത്ത, അങ്ങനെ വേണം നമുക്ക് ചിന്തിക്കാനായിട്ട്. പരിശുദ്ധ അമ്മയുടെ അരികിലേക്ക് മാലാഖ വന്നറിയിക്കുന്ന പോലെ നമ്മൾ ഈ ദിവസങ്ങളിൽ 18, 19, 20 തീയതികളിലായിട്ട് വായിക്കുന്ന 3 സംഭവങ്ങൾ എന്ന് പറയുന്നത്, 18-ാം തീയതി നമ്മൾ വായിച്ചത് വിശുദ്ധ യൗസേപ്പ് പിതാവിന് സ്വപ്നത്തിൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് നൽകിയ സന്ദേശങ്ങളാണ്. 19-ാം തീയതി നമ്മൾ വായിക്കുന്നത് സക്രിയായിക്ക് ദേവാലയത്തിൽ വെച്ച് മാലാഖ പ്രത്യക്ഷപ്പെട്ട് നൽകുന്ന സന്ദേശങ്ങളാണ്. 20-ാം തീയതി നമ്മൾ വായിക്കുന്നത് പരിശുദ്ധ കന്യാമറിയത്തിന് ഗബ്രിയേൽ ദേവദൂതൻ പ്രത്യക്ഷപ്പെട്ട് അറിയിക്കുന്ന മംഗളവാർത്തയാണ്. ഈ 3 ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത് മാലാഖയുടെ സാന്നിധ്യത്തെക്കുറിച്ചാണ്. യോസേപ്പ് പിതാവിന് പ്രത്യക്ഷപ്പെട്ട മാലാഖയുടെ പേര് പറയുന്നില്ലെങ്കിൽ പോലും അത് നമ്മൾ ചിന്തിക്കേണ്ടത് ഗബ്രിയേൽ മാലാഖ തന്നെയാണ്. ദൈവസന്നിധിയിൽ നിൽക്കുന്ന മുഖ്യദൂതന്മാരിൽ ഒരാളാണ് ഗബ്രിയേൽ മാലാഖ. മിഖായേൽ, റഫായേൽ, ഗബ്രിയേൽ. ഗബ്രിയേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം ബലവാനാണ് എന്നാണ്. ഗബ്രിയേൽ എന്ന വാക്കിൽ ദൈവം ശക്തൻ. സത്യത്തില് ഈ 3 മാലാഖമാർക്ക് 3 ഉത്തരവാദിത്തങ്ങളുണ്ട്. റഫായേൽ, ദൈവം നൽകുന്ന സൗഖ്യം, ദൈവം നൽകുന്ന സൗഖ്യം എന്നാണ് റഫായേൽ, അല്ലെങ്കിൽ സൗഖ്യം നൽകുന്ന ദൈവം എന്നാണ് റഫായേൽ എന്ന വാക്കിന്റെ അർത്ഥം. മിഖായേൽ എന്ന വാക്കിന്റെ അർത്ഥം, മിഖായേൽ യുദ്ധ സമയത്ത് സാധാരണമായി യുദ്ധം ചെയ്യുമ്പോൾ വിളിച്ചു പറഞ്ഞ വാക്യമാണ്, ദൈവത്തെ പോലെ ആരുണ്ട്. ഇതാണ് മിഖായേൽ എന്ന വാക്കായി മാറുന്നത്. മിഖായേൽ എന്ന വാക്കിനർത്ഥം ദൈവത്തെ പോലെ ആരുണ്ട്, ദൈവമാണ് സകലത്തിനും മേൽ നിൽക്കുന്ന അധികാരിയായ, ശക്തനായ അധികാരി എന്നാണ് ആ വാക്കിനർത്ഥം. ഇവിടെ ഗബ്രിയേൽ എന്ന വാക്കിനർത്ഥം ദൈവം ബലവാനാണ്. സത്യത്തില് ബലപ്പെടുത്തുന്ന മാലാഖ എന്ന രീതിയിലാണ് നമ്മൾ ഗബ്രിയേലിനെ കാണുന്നത്. ഗബ്രിയേൽ പല ഇടങ്ങളിൽ വരുന്നുണ്ട്. യോസേപ്പ് പിതാവിനെ ബലപ്പെടുത്താൻ വന്നു, സക്രിയായിക്ക് ബലം നൽകാനായിട്ട് വരുന്നു, മറിയത്തിന് മംഗളവാർത്ത അറിയിക്കുന്ന സമയത്ത് മറിയമേ നീ ഭയപ്പെടേണ്ട എന്നൊക്കെ പറഞ്ഞ് ബലപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. പിന്നെ നമ്മൾ ബൈബിളിൽ കാണുന്നില്ലെങ്കിൽ പോലും പാരമ്പര്യമായിട്ട് പരമ്പരാഗതമായിട്ട് നമ്മൾ പറയുന്നൊരു കാര്യം അനുസരിച്ച് ഈശോനാഥൻ ഗെത്സമനിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ഈശോയെ ആശ്വസിപ്പിച്ചതും ഗബ്രിയേലാണെന്ന് നമ്മൾ ഒരു പാരമ്പര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. ബലപ്പെടുത്തുന്ന മാലാഖയാണ്. അപ്പൊ ഈ മാലാഖയുടെ സാന്നിധ്യം 3 ദിവസങ്ങളിൽ നമ്മൾ ബൈബിളില് സുവിശേഷ ഭാഗമായിട്ട് ബന്ധപ്പെടുത്തി കാണുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. ഇത് ഈ ക്രിസ്മസിലേക്കുള്ള ഒരുക്കത്തിന് നമ്മളെ സഹായിക്കുന്നത് മുഖ്യദൂതന്മാരിൽ ഗബ്രിയേൽ മാലാഖയാണ്. റഫായേലോ മിഖായേലോ അല്ല. അവർ വേണ്ടെന്നല്ല, അവരോട് പ്രാർത്ഥിക്കേണ്ടെന്നല്ല. പക്ഷെ ക്രിസ്മസ് ഒരുക്ക ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കൂടുതലും ഗബ്രിയേൽ മാലാഖയുടെ. ദൈവം ബലപ്പെടുത്തുന്നു, ദൈവം ബലവാനാണ്. ദൈവം ബലവാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ബലപ്പെടുത്തുന്ന മാലാഖ വ്യത്യസ്ത മേഖലകളിൽ, നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളിൽ, നമ്മുടെ ആത്മീയ സാഹചര്യങ്ങളിൽ, നമ്മുടെ പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും പ്രലോഭനങ്ങളിലും വീണു പോകേണ്ട സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ബലപ്പെടുത്തുന്ന മാലാഖയായിട്ടാണ് നമ്മൾ ഗബ്രിയേൽ ദേവദൂതനെ കാണുന്നത്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഗബ്രിയേൽ ദേവദൂതൻ ആരുടെ അടുത്തേക്കാണ് പോയത്? യോസേപ്പ് പിതാവിന്റെ അരികിലേക്ക്. ജോസഫ് നീതിമാനായിരുന്നു. സക്രിയയുടെ അടുത്തേക്ക്. ഇരുവരും ദൈവസന്നിധിയിൽ നീതി ഇഷ്ടരും കർത്താവിന്റെ സകല കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം ആചരിക്കുന്നവരുമായിരുന്നു എന്ന് സക്രിയയും ഭാര്യ എലിസബത്തിനെയും കുറിച്ച് ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മൾ പറയുന്നത്. അത് സക്രിയയും നീതിനിഷ്ഠനായിരുന്നു, നീതിയോടുകൂടി ജീവിച്ച ആളാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നന്മ നിറഞ്ഞവളെന്ന് പറഞ്ഞു. ഈ നന്മ നിറഞ്ഞവളെന്ന് പറയുമ്പോൾ അതിനകത്ത് അൾട്ടിമേറ്റ്ലി നിറഞ്ഞു നിൽക്കുന്ന നന്മകളിലൊന്ന്, അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് നീതി തന്നെയാണ്. പരിശുദ്ധ അമ്മയെ നമുക്ക് എന്നെ തന്നെയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ നീതി നിഷ്ഠയോടുകൂടി ജീവിക്കുന്ന ആളുടെ അരികിലേക്കാണ് ഗബ്രിയേൽ ദേവദൂതൻ വരിക. അവർക്കാണ് ദൈവത്തിന്റെ ബലപ്പെടുത്തൽ കിട്ടുക. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ നീതി ഇല്ലാതെ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ദൈവം നൽകുന്ന ബലം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുകയില്ല. ദൈവം നൽകുന്ന ബലം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കണമെങ്കിൽ നീതി നിഷ്ഠയോടുകൂടി ജീവിക്കണം എന്നുള്ളതാണ്. ഇനി എന്തിനാണ് സക്രിയയുടെ അരികിൽ വന്ന് ഗബ്രിയേൽ ദേവദൂതൻ സ്നാപകന്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ സ്നാപകന്റെ വരവ് എന്തിനാണ് എന്നതുകൂടി വ്യക്തമാക്കുന്നുണ്ട്. 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രകാരം പറയുന്നത്, ഇസ്രായേൽ മക്കളിൽ അനേകരെ
തങ്ങളുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും, സ്നാപകൻ തിരികെ കൊണ്ടുവരും. എന്നിട്ട് പറയുകയാണ് 17-ാമത്തെ വാക്യം, പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിനിഷ്ഠരുടെ വിവേകത്തിലേക്കും തിരികെ കൊണ്ടുവരുവാനും രൂപീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിന് മുമ്പേ പോകും. അപ്പൊ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതാണ്. മലാക്കി 4:5-6, 4-5-6, 4-ാം 5-6 വാക്യങ്ങളിലേക്ക് നമ്മൾ കാണുന്ന കാര്യം തന്നെയാണ് ഈ വായിച്ചു കേട്ടത്. അത് കൃത്യമായും മലാക്കി നമുക്കറിയാം, പഴയ നിയമത്തിലെ അവസാന പുസ്തകം, മലാക്കിയോടുകൂടി പ്രവാചകന്മാര് ഇസ്രായേൽ ജനതയ്ക്ക് പ്രവാചകന്മാരെ കിട്ടുന്നത് അവസാനിക്കുക. മലാക്കിക്ക് ശേഷം ഒരു 400 വർഷങ്ങൾ കഴിയുമ്പോഴാണ് സ്നാപകൻ രംഗപ്രവേശനം ചെയ്യുന്നത്, അടുത്ത പ്രവാചകൻ വരുന്നത്. അപ്പൊ ആ പ്രവാചകൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് മലാക്കി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, മലാക്കിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിനിഷ്ഠരുടെ വിവേകത്തിലേക്കും. നീതിനിഷ്ഠയ്ക്ക് ഒരു വിവേകം ആവശ്യമായിട്ടുണ്ട്. നീതിനിഷ്ഠ ഇല്ലാതെ ജീവിക്കുന്നതിന് വിവേകം വേണ്ട, അത് ഫൂളിഷ്നെസ്, മണ്ടത്തരമാണ്. നീതിനിഷ്ഠ ഇല്ലാതെ ജീവിക്കാൻ ഏത് മണ്ടനും പറ്റും. അങ്ങനെ മണ്ടത്തരങ്ങൾ കാണിച്ചിട്ട് നീതിനിഷ്ഠ ഇല്ലാതെ ജീവിച്ചിട്ട് പെട്ടിരിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. ഈ വലിയ അഴിമതി കാണിക്കുന്ന ആൾക്കാർക്ക് കൂട്ടു നിൽക്കുന്ന ചെറിയ അഴിമതി, അതിനകത്ത് ചെറിയ ഷെയർ ഒക്കെ വാങ്ങിച്ചിട്ട് ഇന്ന് പെട്ടുപോയ ആൾക്കാരുണ്ട്. അവർക്ക് പിന്നെ അനങ്ങാൻ പറ്റത്തില്ല. അവർ പിന്നെ നീതിപൂർവ്വം ജീവിക്കാനും നീതിപൂർവ്വം തീരുമാനം എടുക്കാനും പിന്നെ അവരുടെ ജീവിതത്തിൽ പറ്റത്തില്ല. അവർ പെട്ടുപോയി, കുരുക്കപ്പെട്ടു. അപ്പൊ ഈ ഇറ്റ്സ് ഫൂളിഷ്നെസ്, അത് ഭയങ്കര മണ്ടത്തരത്തിലൂടെ പോകുന്ന ആൾക്കാരാണ്. പക്ഷെ നീതിനിഷ്ഠയോടുകൂടി ജീവിക്കുന്നവന് ഒരു വിവേകമുണ്ട്. ആരെ കൂടെ കൂട്ടണം, ആര് പറയുന്നത് കേൾക്കണം, എങ്ങനെ പ്രതികരിക്കണം, എന്ത് വാങ്ങി വെക്കണം, എന്ത് കൈപ്പറ്റണം, കൈപ്പറ്റാതിരിക്കണം, ഇതിനെക്കുറിച്ചെല്ലാം കൃത്യമായ ഒരു പ്രൂഡൻസ് ഉണ്ട്, വിവേകമുണ്ട്. ഈ വിവേകം, അതിലേക്കാണ് ദൈവം നമ്മെ ക്ഷണിക്കുന്നത്. അതാണ് ക്രിസ്തു കടന്നു വരാനുള്ള വഴി. ആ വഴിയാണ് സ്നാപകൻ ഒരുക്കുന്നത്. സ്നാപകൻ വഴിയൊരുക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ സ്നാപകൻ ഒരുക്കിയിടാൻ പോകുന്ന കാര്യം എന്തെന്ന് വ്യക്തമായിട്ടും ഇവിടെ പറയുകയാണ്. അനുസരണമില്ലാത്തവരെ നീതിനിഷ്ഠരുടെ വിവേകത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പോവുകയാണ്. അതാണ് വഴിയൊരുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നീതിനിഷ്ഠയോടുകൂടി ജീവിക്കാൻ വിവേകം ആവശ്യമാണ്. ആ വിവേകം നമുക്ക് ഉണ്ടാവണം എന്ന ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് സ്നാപകൻ വരുന്നത്. ആ ഓർമ്മപ്പെടുത്തലാണ് വഴിയൊരുക്കൽ. അപ്പൊ ക്രിസ്തു കടന്നു വരാനായിട്ടൊരു വഴി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരുക്കണം എന്ന് പറയുമ്പോൾ ആ വഴി ഒരുക്കുവാനായിട്ട് സ്നാപകൻ കടന്നു വരുന്നു. ആ സ്നാപകൻ പറഞ്ഞു തരുന്ന വഴി ഇതാണ്: നീതിനിഷ്ഠരുടെ വിവേകം നമുക്കുണ്ടായിരിക്കണം. ഈ വിവേകം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സകല ചതിക്കുഴികളിലും ചെന്ന് പെട്ടിട്ട് നീതിയില്ലായ്മയുടെ, അഴിമതിയുടെ, തിന്മയുടെ, ആർത്തിയുടെ ഒക്കെ പടുകുഴിയിൽ പെട്ടിട്ട് അനങ്ങാൻ പറ്റാതിരിക്കും. അത്ര വലിയ അധികാരിയാണെന്ന് പറഞ്ഞാലും, സമർപ്പിതനാണെന്ന് പറഞ്ഞാലും, എത്ര വലിയ ആത്മീയനാണെന്ന് പറഞ്ഞാലും ഒക്കെ ഈ നീതിനിഷ്ഠയുടെ വിവേകം വിട്ടുകളഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് പെട്ടു, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ അങ്ങനെ പെട്ടുപോയ ആൾക്കാരെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ സുവിശേഷ ഭാഗം. അങ്ങനെ പെട്ടുപോയവരുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കുക, ഒരു തീരുമാനം എടുത്തിട്ട് ആ പെട്ടുപോയ കുഴിക്കകത്തുനിന്ന് പുറത്തെടുക്കുക. എന്നിട്ട് ഇനി അങ്ങോട്ടുള്ള ജീവിതമെങ്കിലും നീതിനിഷ്ഠയുടെ വിവേകം പാലിക്കുക. അങ്ങനെയെങ്കിൽ ധൈര്യസമേതം സംസാരിക്കാൻ, തീരുമാനം എടുക്കാൻ പറ്റും, പ്രതികരിക്കാൻ പറ്റും. അല്ലെങ്കിൽ പെട്ടിരിക്കും. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുക. വ്യക്തമായിട്ടും ചെറുത് വലുതുമൊക്കെ ആയിട്ട് വ്യത്യസ്തങ്ങളായ മേഖലകളിലായിട്ട് ഈ പറഞ്ഞ വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ, നമ്മളിൽ വന്ന് ജനിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വഴി ഒരുക്കിയിടേണ്ടതായിട്ടുണ്ട്. എന്താണ് ആ വഴി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീതിനിഷ്ഠയുടെ വിവേകമാണ് ആ വഴി. ആ നീതിനിഷ്ഠയുടെ വിവേകം നമ്മളിൽ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.